ഹലോ ലേഡീസ് വേൾഡ് കളക്ഷൻസ് ആണേ. ഇന്ന് സൺഡേ ആണ്. ഇന്ന് നമ്മൾ നൈറ്റിയുടെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. നല്ലൊരു സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1 കിലോളം ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. then ഒരു 3/4 സ്പൂൺ മുളക് പൊടി ഇടുക. 1 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പിടുന്നത് നമ്മൾ കാണിച്ചിട്ടില്ല എങ്കിലും ഓരോരുത്തരും അവരുടേതായ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയും ഉപ്പും എല്ലാം ചിക്കനിൽ നന്നായിട്ട് യോജിച്ച് വരണം. പുരട്ടി ഒരു സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് മാറ്റി വയ്ക്കണേ. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. ചിക്കൻ പുരട്ടി മാറ്റി വെച്ച സമയം കൊണ്ട് 2 വലിയ സവാള, 2 വലിയ തക്കാളി, ഒരു 2-3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചിക്കൻ പീസുകൾ ഇട്ട് വറുത്തെടുക്കണം. നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കുക. അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് ചിക്കൻ കരിഞ്ഞു പോകും. ചിക്കൻ നമുക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തും കിട്ടണം. ഡാർക്കായിട്ട് അങ്ങോട്ട് കരിഞ്ഞും പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് നമ്മൾ വറുത്തെടുക്കാനായിട്ട്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് മുരിവാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ട് കൊടുത്ത് 2 വശവും ആവശ്യത്തിന് മുരിഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഭയങ്കര ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് പോകരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണേ. ചിക്കൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ ജോലികളൊക്കെ അടുക്കളയിൽ തീർക്കാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകി വെക്കാം. പക്ഷേ ചിക്കൻ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മൂത്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണേ. ഒരു വശം ഇപ്പോൾ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോ പീസായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു കറിയല്ലേ, ഇത് ഡിഫിക്കൽട്ടായിരിക്കുമെന്ന്. പക്ഷേ അല്ല, നമുക്ക് ഈസി ആയിട്ടൊരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ ഒരു അരമണിക്കൂർ വേണം. എന്നതൊഴിച്ചാൽ കുക്കിംഗ് ടൈം മാക്സിമം ഒരു അരമണിക്കൂർ മതിയാവും. നല്ലൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ റെസിപ്പിയാണേ. അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം കുക്കായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകരുത്, ഭയങ്കരമായിട്ട് ഹാർഡായി പോകരുത്. കുക്ക് ചെയ്ത് ഒരുവിധം മൊരിഞ്ഞ്, ചിക്കനല്ലേ പെട്ടെന്ന് വേകും. അത്രയാകുമ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റണം.
കണ്ടോ, ഈ പരുവേ ആകാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് നമ്മൾ വറുത്ത് കോരിയെടുക്കണം. കണ്ടോ, ചിക്കൻ നമ്മൾ വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എങ്കിലും നമ്മളിപ്പോൾ അങ്ങ് യൂസ് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കുറച്ചെണ്ണ ആവശ്യത്തിന് ഒരു 2 or 3 സ്പൂൺ എണ്ണ മാത്രം എടുത്താൽ മതി. അത് നമ്മൾ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുക്കണ സമയം കൊണ്ട് റെഡിയാക്കി വെച്ച സവാള ഇട്ട് എണ്ണയിലേക്കിട്ട് വഴറ്റിയെടുക്കുക. ഇതിൽ ചെറിയ ടിപ്പുകളൊക്കെ ഉണ്ട്. തുടക്കക്കാർക്ക് അറിയുമോയെന്നറിയില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുള്ളൂ. നമ്മൾ കുറച്ച് ഈ സവാള വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലും നമ്മളിപ്പോൾ 2 സവാള തക്കാളിയൊക്കെ നമ്മൾ വഴറ്റി ഒരു മസാല ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കാം. ഇടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വഴന്നിട്ടില്ലെങ്കിൽ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ ആവശ്യത്തിന് വഴന്നിട്ടുണ്ടാവും. ഉണ്ടോ, ആവശ്യത്തിന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് മസാലകൾ ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല വീണ്ടും ചേർക്കുവാണ്. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിൽ പോരാന്ന് തോന്നുവാണെങ്കിൽ ഓയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ഓയിലിടുന്നില്ല, കാരണം ചിക്കൻ നമ്മൾ വറുത്തതാണ്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് ഓയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി എക്സ്ട്രാ കൂടുതൽ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വഴന്ന് വന്നോളും. ആവശ്യത്തിന് ഓയിൽ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. മസാലയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോഴും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കുറച്ച് നേരം ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് നമുക്ക് വഴറ്റാതെ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് കഴിയുമ്പോൾ ആ ആവിയിലിരുന്ന് തക്കാളി നന്നായിട്ട് കുക്കായി വന്നോളും. തക്കാളി നന്നായിട്ട് മസാലയും സവാളയും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കുമ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ വേറെ ജോലിക്കൊന്നും പോകരുത്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടോ, ഒരു 2 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് മൂടി തുറന്ന് നോക്കുമ്പോൾ ഒരുവിധം നന്നായിട്ട്
തക്കാളിയൊക്കെ കുക്കായി വന്ന് മസാലയൊക്കെ നല്ല യോജിച്ച് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് കണ്ടോ, ഈ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഈ സമയത്ത് നമുക്കൊരു ചെറിയൊരു ഗ്രേവി പോലെ ആക്കണത്. അപ്പോൾ അതിന് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് നല്ല ചൂടോടുകൂടെ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ടായതാണെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഒരു ഗ്രേവി ആക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് നിങ്ങൾക്ക് ഇത് നല്ലൊരു എന്താ പറയുക, ഫ്രൈ ആയിട്ടിരിക്കുന്നൊരു കറിയാണ്. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മസാലയും ചിക്കനുമായിട്ട് ചേർന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ വശവും ചിക്കനിൽ ആ മസാല ചേർന്ന് വരത്തക്ക വിധത്തിൽ എല്ലാ വശവും ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റൗ ഏറ്റവും ചെറിയ തീയിലായിരിക്കണം. സിമ്മിലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. കണ്ടോ, അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 പ്രാവശ്യമായിട്ട് നമ്മൾ അടച്ച് വെച്ച് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ആ മസാലയൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ചിക്കനും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏതൊരു ബിഗിനേഴ്സിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണിത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും നല്ല സിമ്മിൽ ഇട്ട് തുറന്ന് നോക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി വീണ്ടും അടച്ച് വയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്ര ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയൊക്കെ വിതറാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ കറിവേപ്പിലയൊക്കെ വിതറി നമുക്ക് ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതിൻ്റെ കൂടെ ഒരു നല്ലൊരു ചാറ് കറിയോ മോര് കറിയോ അല്ലെങ്കിൽ ഒരു രസമോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും. ഉണ്ടോ, അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കി. ടേസ്റ്റിയാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റിയാണോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ.